Hi, welcome to Renisha CS Edu World. ഇതിനകത്ത് പഠിക്കാൻ പോകുന്നത് ഓപ്പറേറ്റർ പ്രസിഡൻസ് പാസിങ്ങിനെ കുറിച്ചാണ്. ഓപ്പറേറ്റർ പ്രസിഡൻസ് പാസിംഗ് എന്ന് പറയുന്നത് ഒരു ഷിഫ്റ്റ് റെഡ്യൂസ് പാസർ ആണ്. ഓക്കെ, ദാറ്റ് ക്യാൻ ബി ഈസിലി കൺസ്ട്രക്റ്റഡ് ബൈ ഹാൻഡ്. അപ്പോൾ ഓപ്പറേറ്റർ പ്രസിഡൻസ് പാസർ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഷിഫ്റ്റ് റെഡ്യൂസ് പാസർ ആണ്. അത് ഈസി ആയിട്ട് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ഒരു പാസറിനെയാണ് നമ്മൾ ഓപ്പറേറ്റർ പ്രസിഡൻസ് പാസർ എന്ന് പറയുന്നത്. ഈ ഓപ്പറേറ്റർ പ്രസിഡൻസ് പാസർ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് വളരെ കുറച്ച് സ്മോൾ ക്ലാസ് ഓഫ് ഗ്രാമേഴ്സിൻ്റെ അകത്തെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ എ സ്മോൾ ക്ലാസ് ഓഫ് ഗ്രാമേഴ്സ്. ആ സ്മോൾ ക്ലാസ് ഓഫ് ഗ്രാമർ എന്ന് പറയുന്നത് ഓപ്പറേറ്റർ ഗ്രാമേഴ്സിൻ്റെ അകത്ത് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ ഓപ്പറേറ്റർ പ്രസിഡൻസ് പാസർ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? ഓപ്പറേറ്റർ ഗ്രാമർ ആയിരിക്കണം. ഓപ്പറേറ്റർ ഗ്രാമർ ആണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഓപ്പറേറ്റർ പ്രസിഡൻസ് പാസർ ഉപയോഗിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ എന്താണ് ഈ ഓപ്പറേറ്റർ ഗ്രാമർ? ഓപ്പറേറ്റർ ഗ്രാമറിൻ്റെ അകത്ത് രണ്ട് പ്രോപ്പർട്ടീസ് ഫോളോ ചെയ്യണം. ഓക്കെ, രണ്ട് പ്രോപ്പർട്ടീസ് ഫോളോ ചെയ്യണം. ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് no production right side is epsilon. No production right side is epsilon. എപ്സിലോൺ എന്ന് പറഞ്ഞിട്ട് റൈറ്റ് സൈഡിൽ ഒരു പ്രൊഡക്ഷൻ വരാൻ പാടില്ല. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇ ഇംപ്ലൈസ് ഇ പ്ലസ് ഇ ഓർ എപ്സിലോൺ എന്ന് പറഞ്ഞിട്ടാണ് ഇത് പറ്റില്ല. എപ്സിലോൺ വരാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, ഇനി രണ്ടാമത്തെ റൂൾ ഇതാണ്. നോ പ്രൊഡക്ഷൻ റൈറ്റ് സൈഡ് ഹാസ് ടു അഡ്ജസൻറ്റ് ടെർമിനൽ. രണ്ട് അഡ്ജസൻറ്റ് ടെർമിനൽസ് അടുത്തടുത്ത് വരാൻ പാടില്ല. ഓക്കെ, നോ അഡ്ജസൻറ്റ് ടെർമിനൽ വരാൻ പാടില്ല. ഫോർ എക്സാമ്പിൾ ഇ ഇംപ്ലൈസ് ഇ എ ഇ. ഇതിൻ്റെ അകത്ത് ഇതുണ്ട്. ഇപ്പം ഇയും എയും എന്ന് പറയുന്നത് എന്താണ്? അഡ്ജസൻ്റ് ആയിട്ടാണ് കിടക്കുന്നത്, അടുത്തടുത്താണ് കിടക്കുന്നത് രണ്ട് ടെർമിനൽ. അങ്ങനെ വരാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ ഒരു ഗ്രാമർ ഓപ്പറേറ്റർ ഗ്രാമർ ആകണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് എപ്സിലോൺ റൈറ്റ് സൈഡിൽ എപ്സിലോൺ വരാൻ പാടില്ല. കൂടാതെ രണ്ട് നോൺ ടെർമിനൽ അഡ്ജസൻ്റ് ആയിട്ട് അടുത്തടുത്ത് വരാനായിട്ട് പാടില്ല. ഓക്കെ, ഇതാണ് ഒരു ഓപ്പറേറ്റർ ഗ്രാമറിൻ്റെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞത്. ഈ രണ്ട് പ്രോപ്പർട്ടിയും സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം ഓപ്പറേറ്റർ പ്രസിഡൻസ് പാസർ. ഓപ്പറേറ്റർ പ്രസിഡൻസ് ഗ്രാമറിന് എക്സാമ്പിൾ ആണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഓപ്പറേറ്റർ പ്രസിഡൻസ് ഗ്രാമറിന് എക്സാമ്പിള് ഇപ്പം നമ്മൾ പറഞ്ഞായിരുന്നു നേരത്തെ. ഈ ഒരു ഗ്രാമർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ആൻ ഓപ്പറേറ്റർ ഗ്രാമർ. ഓക്കെ, ഓപ്പറേറ്റേഴ്സ് പ്രസിഡൻസ് ഗ്രാമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് എന്തായിരിക്കണം? എപ്സിലോൺ വരാൻ പാടില്ല. രണ്ട് കോൺസിക്യൂട്ടീവ് ആയിട്ട് നോൺ ടെർമിനൽ വരാൻ പാടില്ല, അഡ്ജസൻ്റ് ആയിട്ട്. ഓക്കെ, ഇപ്പം ഈ കേസിലെന്ന് പറഞ്ഞെങ്കിൽ അഡ്ജസൻ്റ് ആയിട്ടാണ് ടെർമിനൽ നോൺ ടെർമിനൽ വന്നേക്കുന്നത്. അപ്പം അതുകൊണ്ട് ഇതെന്താണ്? ഇറ്റ് ഈസ് നോട്ട് എ ഓപ്പറേറ്റർ പ്രസിഡൻസ് ഗ്രാമർ. ഇവിടെ ആണെങ്കിൽ ഇത് ഒരു ഓപ്പറേറ്റർ പ്രസിഡൻസ് ഗ്രാമർ ആണ്. കാരണം ഇവിടെ അടുത്തടുത്ത് കോൺസിക്യൂട്ടീവായിട്ട് നല്ല അഡ്ജസൻ്റ് ആയിട്ട് രണ്ട് നോൺ ടെർമിനൽ വന്നിട്ടില്ല. അപ്പം അതുകൊണ്ട് എന്താണ്? ഇതൊരു ഓപ്പറേറ്റർ പ്രസിഡൻസ് ആണ്. കൂടാതെ ഇതിൻ്റെ എപ്സിലോൺ വന്നിട്ടില്ല. അപ്പം അതുകൊണ്ട് ഇതെന്താണ്? ഇത് ഒരു ഓപ്പറേറ്റർ പ്രസിഡൻസ് ഗ്രാമർ ആണ്. ഇത് ഒരു ഓപ്പറേറ്റർ പ്രസിഡൻസ് ഗ്രാമർ അല്ല. ഒരു ഓപ്പറേറ്റർ പ്രസിഡൻസ് പാസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പാസർ റീഡ് ചെയ്യണം. ഓക്കെ, പാസർ ദാറ്റ് റീഡ് ആൻഡ് അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, റീഡ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഓപ്പറേറ്റർ പ്രസിഡൻസ് ഗ്രാമർ. ഒരു പാസർ റീഡ് ചെയ്യുക, അതിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. എന്തുള്ള ഗ്രാമേഴ്സിനെ? ഓപ്പറേറ്റർ പ്രസിഡൻസ് ഗ്രാമർ ആണെങ്കിൽ അതിനെ റീഡ് ചെയ്ത് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുക? ഓപ്പറേറ്റർ പ്രസിഡൻസ് പാസർ എന്ന് പറയും. ഈ ഓപ്പറേറ്റർ പ്രസിഡൻസ് പാസർ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇറ്റ് ഈസ് എ ഷിഫ്റ്റ് റിഡ്യൂസ് പാസർ ആണ്. ഇറ്റ്സ് എ ബോട്ടം അപ്പ് പാസർ, ഓൾസോ എ ഷിഫ്റ്റ് റിഡ്യൂസ് പാസർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓപ്പറേറ്റർ പ്രസിഡൻസ് പാസറിൻ്റെ അകത്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഗ്രാമർ എന്ന് പറയുന്നത് ഓപ്പറേറ്റർ പ്രസിഡൻസ് ഗ്രാമർ ആണ്. ഇനി എങ്ങനെയാണ് ഒരു ഓപ്പറേറ്റർ പ്രസിഡൻസ് പാസറിനെ നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്? ഓക്കെ, അപ്പം ഇതിനകത്ത് രണ്ട് സ്റ്റെപ്പാണുള്ളത്. ഓക്കെ, ഇൻ ഓപ്പറേറ്റർ പ്രസിഡൻസ് പാസിംഗ്
രണ്ട് കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് ചെയ്യേണ്ടത്. ആദ്യം ചെയ്യേണ്ടത്, ഫസ്റ്റ്ലി വി ഡിഫൈൻ പ്രസിഡൻസ് റിലേഷൻ ബിറ്റ്വീൻ എവരി പെയർ ഓഫ് ടെർമിനൽ. നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഡിഫൈൻ ചെയ്യണം. എന്താണ് പ്രസിഡൻസ് റിലേഷൻ? എന്തിൻ്റെ പ്രസിഡൻസ് റിലേഷനാണ്? ഓരോ ടെർമിനലിൻ്റെയും പെയർ ഓഫ് ടെർമിനൽ സിമ്പിൾസിൻ്റെ പ്രസിഡൻസ് റിലേഷൻ നമ്മൾ എന്ത് ചെയ്യണം? ഡിഫൈൻ ചെയ്യണം. ഓക്കെ, ഡിഫൈൻ ദ പ്രസിഡൻസ് റിലേഷൻ ബിറ്റ്വീൻ എവരി പെയർ ഓഫ് ടെർമിനൽ സിമ്പിൾ. നോൺ ടെർമിനലിൻ്റെ വേണ്ട, ഈ നമ്മളൊരു പർട്ടിക്കുലർ ഗ്രാമറിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്ന ടെർമിനൽ സിമ്പിളിൻ്റെ പ്രസിഡൻസ് റിലേഷൻഷിപ്പാണ് ആദ്യം നമ്മൾ ഡിഫൈൻ ചെയ്യേണ്ടത്. രണ്ടാമത് ചെയ്യേണ്ടത് കൺസ്ട്രക്ട് ആൻഡ് ഓപ്പറേറ്റർ പ്രസിഡൻസ് ടേബിൾ. അതിനുശേഷം എന്ത് ചെയ്യണം? ഒരു ഓപ്പറേറ്റർ പ്രസിഡൻസ് ടേബിൾ നമ്മൾ എന്ത് ചെയ്യണം? കൺസ്ട്രക്ട് ചെയ്യണം. അപ്പം ഓപ്പറേറ്റർ പ്രസിഡൻസ് പാസിങ്ങിൻ്റെ അകത്ത് എന്താണ് ചെയ്യുന്നത്? നമ്മൾ ആദ്യം ഓരോ നോൺ ടെർമിനൽ പെയറിൻ്റെയും പ്രസിഡൻസ് റിലേഷൻ ഡിഫൈൻ ചെയ്യണം. ഡിഫൈൻ ചെയ്തിട്ട് രണ്ടാമത് ചെയ്യേണ്ടത് ഒരു പ്രസിഡൻസ് ടേബിൾ, ഓപ്പറേറ്റർ പ്രസിഡൻസ് ടേബിൾ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യണം. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഡിസൈനിങ് ഓഫ് ഓപ്പറേറ്റർ പ്രസിഡൻസ് പാസിൻ്റെ അകത്ത് ചെയ്യുന്നത്. അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഡിഫൈൻ പ്രസിഡൻസ് റിലേഷൻ. പ്രസിഡൻസ് റിലേഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യണമെന്നാണ് പറഞ്ഞത്. ഏതിൻ്റെ പ്രസിഡൻസ് റിലേഷനാണ് ഡിഫൈൻ ചെയ്യേണ്ടത്? ഈച്ച് ടെർമിനൽ, അതിൻ്റെ അകത്തുള്ള ഈച്ച് പെയർ ഓഫ് ടെർമിനലിൻ്റെ പ്രസിഡൻസ് റിലേഷനാണ് നമ്മൾ ഡിഫൈൻ ചെയ്യേണ്ടത്. അപ്പം അതിനായിട്ട് ഇവിടെ 3 റൂളാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് റൂൾ എന്ന് പറയുന്നത്, if precedence of B is higher than precedence of A. നമ്മൾ പറയുവാണ് precedence of A is higher than precedence of A. ഓക്കെ, ബിയുടെ പ്രസിഡൻസ് ഹയർ ആണ്. എന്താണ്? B is higher than precedence of A. പ്രസിഡൻസ് ഓഫ് എയെക്കാട്ടിലും ഹയർ ആണ് പ്രസിഡൻസ് ഓഫ് ബി എന്നുണ്ടെങ്കിൽ നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന ഇങ്ങനെയാണ്, എ ഈൽസ് ബി എന്നാണ്. ഓക്കെ, ഈ സിമ്പിളാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതിൻ്റെ അകത്തൊരു ഡോട്ടും കാണും കേട്ടോ. ചിലതിൻ്റെ അകത്ത് ഡോട്ടായിട്ടും കാണിക്കും, ഒരു ഡോട്ടായിട്ടും കാണിക്കും. ചില ടെക്സ്റ്റ് ബുക്കിൻ്റെ അകത്തൊക്കെ ഡോട്ടുണ്ട്. പിന്നെ ദ പ്രസിഡൻസ് ഓഫ് എ ഈസ് സെയിം ആസ് പ്രസിഡൻസ് ഓഫ് if the precedence of B is same as precedence of A. രണ്ടിൻ്റെ പ്രസിഡൻസ് സെയിം ആണെങ്കിൽ ഇവിടെ ഡിഫൈൻ ചെയ്യാനായിട്ട് ഈക്വൽ ആണ് യൂസ് ചെയ്യുക. ഇതിന് മുകളിലൊരു ഡോട്ടും കൊടുക്കാറുണ്ട് ചിലപ്പോൾ. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത്, ഇഫ് പ്രസിഡൻസ് ഓഫ് ബി ഈസ് ലോവർ ദാൻ പ്രസിഡൻസ് ഓഫ് എ. പ്രസിഡൻസ് ഓഫ് എക്കാട്ടിലും കുറവാണ് പ്രസിഡൻസ് ഓഫ് ബിക്കകത്തുണ്ടെങ്കിൽ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് എ ഇങ്ങനെ ആയിരിക്കും, മേളിലൊരു ഡോട്ടും ചിലപ്പോൾ കൊടുക്കും. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പം പ്രസിഡൻസ് നമ്മൾ നോക്കുക, പ്രസിഡൻസ് നോക്കിയിട്ട് ഈ ഒരു ഏത് റൂളിൻ്റെ അകത്താണ് വരുന്നതെന്ന് നോക്കുക. അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? ഈ സിമ്പിൾസ് കൊടുക്കുക. ഓക്കെ, ഇവിടെ നമുക്ക് 3 സിമ്പിളാണ് ഇത്. ഓക്കെ, ദിസ് വൺ ആൻഡ് ദിസ്, ഇങ്ങനെ 3 എണ്ണമാണ് ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മൾ പ്രസിഡൻസ് എന്ത് ചെയ്തു? നമ്മൾ ഡിഫൈൻ ചെയ്തു ഓരോന്നിൻ്റെ. ഇനി സെക്കൻഡ് റൂളിൻ്റെ അകത്ത്, ആൻ ഐഡൻറ്റിഫയർ ഈസ് ഓൾവേസ് ഗിവൺ ദ ഹയർ പ്രസിഡൻസ് ദാൻ എനി അതർ സിമ്പിൾ. ഏറ്റവും കൂടുതൽ പ്രസിഡൻസ് ഉള്ളത് ഐഡൻറ്റിഫയർ ആണ്. ഏതൊരു സിമ്പിളിനെക്കാട്ടിലും ഏറ്റവും കൂടുതൽ പ്രസിഡൻസ് ഉള്ളത് ഐഡൻറ്റിഫയറിനാണ്. അതാണ് നെക്സ്റ്റ് റൂൾ. പിന്നെ ഡോളറിൻ്റെ അകത്ത് യൂസ് ചെയ്യുകയാണെങ്കിൽ ഡോളർ സിമ്പിളാണ് ഏറ്റവും കുറവ് പ്രസിഡൻസ് ഉള്ളത്. ഏതൊരു സിമ്പിൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രസിഡൻസ് കുറവുള്ള ഏതിനാണ്? ഡോളറിന്. ഏറ്റവും കൂടുതൽ പ്രസിഡൻസ് ഉള്ളത് ഏതിനാണ്? ഐഡൻറ്റിഫയറിനാണ്. ഇനി തേർഡ് റൂൾ, ഇഫ് 2 ഓപ്പറേറ്റർ ഹാവ് ദ സെയിം പ്രസിഡൻസ്. 2 ഓപ്പറേറ്ററിന് സെയിം പ്രസിഡൻസ് ആണെങ്കിൽ then we go by checking their associativity. ഓക്കെ, രണ്ടിനും സെയിം പ്രസിഡൻസ് ആണെങ്കിൽ നമ്മൾ എന്ത് നോക്കണം?
അസോസിയേറ്റിവിറ്റി നോക്കണം. ഓക്കെ, അസോസിയേറ്റിവിറ്റി നോക്കിയിട്ട് വേണം നമ്മൾ തീരുമാനിക്കാൻ ഏതാണ് നമ്മൾ എടുക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ if two operator have the same precedence, then we go by checking their associativity. സെയിം ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അസോസിയേറ്റിവിറ്റി ചെക്ക് ചെയ്യണം. അപ്പം ഇതാണ് 3 റൂൾ എന്ന് പറഞ്ഞത്. 3 റൂളിൻ്റെ അകത്ത് ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? പ്രസിഡൻസ് നമ്മൾ ഡിഫൈൻ ചെയ്യണം. ഡിഫൈൻ ചെയ്യാനായിട്ട് നമ്മൾ 3 സിമ്പിളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം അത് നമ്മൾ ആദ്യം ഡിഫൈൻ ചെയ്തു. ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നോക്കുന്നത് ഐഡൻറ്റിഫയറിനാണ് എപ്പോഴും ഹയർ പ്രയോറിറ്റി, ഡോളറിനാണ് ഏറ്റവും കുറവ് പ്രയോറിറ്റി ഉള്ളത്. നെക്സ്റ്റ് പറയുന്നത് രണ്ടിനും സെയിം പ്രസിഡൻസ് വരുന്ന കേസുകളിൽ നമ്മൾ എന്ത് ചെയ്യണം? അസോസിയേറ്റിവിറ്റി നമ്മൾ ചെക്ക് ചെയ്യണം. നമ്മൾ പ്രസിഡൻസ് റിലേഷൻ ഡിഫൈൻ ചെയ്തു. ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പാസിങ് എ ഗിവൺ സ്ട്രിങ്. തന്നിരിക്കുന്ന സ്ട്രിങ്ങിനെ പാസ് ചെയ്യാം. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് 8 സ്റ്റെപ്സ് ആണ് ഇതിനകത്ത് യൂസ് ചെയ്തേക്കുന്നത്. ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഇൻസേർട്ട് ദ ഫോളോയിങ്. ഇൻസേർട്ട് ചെയ്യണം. എന്താണ് ഇൻസേർട്ട് ചെയ്യേണ്ടത്? ഡോളർ സിമ്പിൾ അറ്റ് ദ ബിഗിനിങ് ആൻഡ് എൻഡ് ഓഫ് ഇൻപുട്ട് സ്ട്രിങ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ID പ്ലസ് എന്നാണ് നമ്മുടെ ഇൻപുട്ട് സ്ട്രിങ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? സ്റ്റാർട്ടിങ്ങിലും ബിഗിനിങ്ങിലും എൻഡിലും ഓരോ ഡോളേഴ്സ് ആഡ് ചെയ്യാം. അതാ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ പാസ് ചെയ്യുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഡോളർ സിമ്പിൾ എന്ത് ചെയ്യണം? ബിഗിനിങ്ങിലും എൻഡിലും ഇൻപുട്ട് സ്ട്രിങ്ങിൻ്റെ ഇട്ട് കൊടുക്കുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് precedence operated between every 2 symbol of the string by referring operator precedence table. ഈ ഓപ്പറേറ്റർ പ്രസിഡൻസ് ടേബിൾ നമ്മൾ കൺസ്ട്രക്ട് ചെയ്ത് വെച്ചിരുന്നു. ആ ഓപ്പറേറ്റർ പ്രസിഡൻസ് ടേബിൾ നോക്കിയിട്ട് നമ്മൾ ഇത് തമ്മിലുള്ള ഇവിടെ ഏതാണ് പ്രസിഡൻസ് ഓപ്പറേറ്റർ വരുന്നത് എന്നുള്ളത് നോക്കിയിട്ട് ഇടുക. ഇപ്പം ഡോളറും ഐഡിയും തമ്മിലുള്ള പ്രസിഡൻസ് എന്താണോ അത് ഇടുക. മനസ്സിലായ? പ്രസിഡൻസ് ഇപ്പം ഇങ്ങനത്തെ ഇതാണ് പ്രസിഡൻസ് എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇടും. ഇനി ഐഡിയും പ്ലസും തമ്മിൽ ഏതാണെന്ന് നോക്കിയിട്ട് അതിടണം. ഓക്കെ, ഓരോന്നും തമ്മിലുള്ളത് ഇടണം. മനസ്സിലായോ? അപ്പം എന്തൊക്കെയാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യേണ്ടത്? ഇൻപുട്ടിൻ്റെ സ്റ്റാർട്ടിങ്ങിലും എൻഡിലും ഡോളർ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്നത് ഓരോന്നും തമ്മിലുള്ള റിലേഷന് ഓപ്പറേറ്റർ പ്രസിഡൻസ് ടേബിളിൽ ചെന്ന് നോക്കിയിട്ട് അതിന് പ്രസിഡൻസ് ഇട്ട് കൊടുക്കുക. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർട്ട് സ്കാനിങ് ദ സ്ട്രിങ് ഫ്രം ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഇൻ ദ ഫോർവേഡ് ഡയറക്ഷൻ അണ്ടിൽ ദിസ് സിമ്പിൾ ഈസ് എൻകൗണ്ടേർഡ്. ലെഫ്റ്റിൽ നിന്ന് നമ്മൾ ഇവിടുന്ന് സ്കാൻ ചെയ്ത് പോകണം. എന്നിട്ട് എന്ത് ചെയ്യണം? ഈ ഒരു സിമ്പിൾ കാണുമ്പോൾ ഫസ്റ്റ് ഈ ഒരു സിമ്പിൾ കാണുമ്പോൾ നമ്മൾ നിർത്തുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇത് നോട്ട് ചെയ്ത് വെക്കുക എവിടം വരെയാണ് നമ്മൾ എത്തിയെന്നുള്ളത്. അതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. ഓക്കെ, ഈ സിമ്പിൾ നോക്കി ആ സിമ്പിൾ എവിടെയാണ് ആദ്യം വരുന്നത് നോക്കി അത് നോട്ട് ചെയ്തു, ആ ലൊക്കേഷൻ നോട്ട് ചെയ്ത് വെച്ചു. തേർഡ് സ്റ്റെപ്പിൽ സ്റ്റാർട്ട് സ്കാനിങ് ദ സ്ട്രിങ് ഫ്രം റൈറ്റ് ഹാൻഡ് സൈഡ് ഇൻ ദ ബാക്ക്വേർഡ് ഡയറക്ഷൻ. ഓക്കെ, ഇത് ഫോർവേഡ് ഡയറക്ഷനിലാണ് പോയത്. ഇനി ബാക്ക്വേർഡ് ഡയറക്ഷൻ അണ്ടിൽ ദിസ് സിമ്പിൾ ഈസ് എൻകൗണ്ടേർഡ്. ഓക്കെ, ഇനി ബാക്ക്വേർഡ് ഡയറക്ഷനിൽ വരണം. ഇത് ഫോർവേഡ് ഡയറക്ഷനിൽ പോയി എന്നിട്ട് ഇനി ഇവിടെ വന്ന് ഈ ലൊക്കേഷൻ നമ്മൾ വെച്ചു. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുക. ഇവിടെ നിന്ന് ഇതാണ് നമ്മുടെ ഇപ്പോൾ എത്തിയപ്പോൾ ആദ്യത്തെ ഉള്ള സിമ്പിൾ. ഇവിടുന്ന് നമ്മൾ ബാക്കിലേക്ക് വരിക. ബാക്കിലേക്ക് വന്നു കഴിയുമ്പം ഈ ഒരു സിമ്പിൾ വന്ന് കഴിയുമ്പം അതെന്ത് ചെയ്യണം? നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. മനസ്സിലായോ? അതായത് നമുക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഇതാണ് പറഞ്ഞത്. ഇപ്പം നമ്മൾ തമ്മിലുള്ള ഈ ഒരു പ്രസിഡൻസ് ഓപ്പറേറ്റർ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നതെന്ന് വിചാരിക്കാം. ഇങ്ങനെയാണ് കിട്ടുന്നതെങ്കിൽ നമ്മൾ ഇവിടുന്ന് സ്കാൻ ചെയ്ത് നോക്കി ആദ്യം സെക്കൻഡ് സ്റ്റെപ്പിൽ ഈ ഒരു സിമ്പിൾ വരുമ്പോഴത്തേനും സ്റ്റോപ്പ് ചെയ്യാനാണ് പറഞ്ഞത്. ഫോർവേഡ് ഡയറക്ഷനിൽ പോയി കഴിഞ്ഞിട്ട് ഈ ഒരു സിമ്പിൾ വരുമ്പോൾ സ്റ്റോപ്പ് ചെയ്യുക. ഈ ലൊക്കേഷൻ നോട്ട് ചെയ്തു. നെക്സ്റ്റ് ഇനി ഇത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇനി ബാക്ക്വേർഡ് വരണം. ബാക്ക്വേർഡ് വന്നിട്ട് ഈ ഒരു സിമ്പിൾ എവിടെയാണോ വരുന്നത് അതിനെ നോട്ട് ചെയ്യുക. ഓക്കെ, ആ ലൊക്കേഷൻ നമ്മൾ പോയിന്റ് ചെയ്തു. അതാണ് തേർഡ് സ്റ്റെപ്പിൽ ചെയ്തത്.
ഇനി ഫോർത്ത് സ്റ്റെപ്പിൽ എവറിഥിങ് ദാറ്റ് ലൈസ് ഇൻ ദ മിഡിൽ ഓഫ് ലെസ് ദാൻ ആൻഡ് ഗ്രേറ്റർ ദാൻ. ഈ ഒരു ഇതുണ്ടോ, ലെസ് ദാനും ഗ്രേറ്റർ ദാനും ഇടയ്ക്ക് കിടക്കുന്നത്, അതായത് ഈ ഒരു സിമ്പൽ ഫോം ദ ഹാൻഡിൽ. അപ്പം ലെസ് ദാനും ഗ്രേറ്റർ ദാൻ സിമ്പലിൻ്റെ അകത്തും വരുന്ന എന്താണോ അതാണ് ഹാൻഡിൽ. അപ്പം അതാ പറഞ്ഞത് എവറിഥിങ് ദാറ്റ് ലൈസ് ഇൻ ദ മിഡിൽ ഓഫ്, ഇടയ്ക്ക് വരണം. ഏതാ? ലെസ് ദാനും ഗ്രേറ്റർ ദാനും ഇടയ്ക്ക് വരുന്നതാണ് ഹാൻഡിൽ. ഹാൻഡിൽ വന്നു കഴിഞ്ഞാൽ റീപ്ലേസ് ദ ഹാൻഡിൽ വിത്ത് ദ ഹെഡ് ഓഫ് ദ റെസ്പെക്റ്റീവ് പ്രൊഡക്ഷൻ. ഹാൻഡിൽ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? നമ്മൾ ലെഫ്റ്റ് സൈഡ് വെച്ച് റീപ്ലേസ് ചെയ്യണം. അത് തന്നെ പറഞ്ഞിരിക്കുന്നത്. ലെഫ്റ്റ് ദ ഹാൻഡിൽ, ഹാൻഡിനെ റീപ്ലേസ് ചെയ്തിട്ട് ഹെഡ് എന്ന് പറയുന്നത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കിടക്കുന്നതാണ്, അതിനെ റീപ്ലേസ് ചെയ്യാം. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കിടക്കുന്ന നോൺ ടെർമിനൽ വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാം. ഓക്കെ, പിന്നെന്താണ്? ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യണം. കീപ് റിപ്പീറ്റിംഗ് ദ സൈക്കിൾ ഫ്രം 2 to 4. 2 to 4 ഇതുണ്ട്, ഇത് റിപ്പീറ്റ് ചെയ്യണം ഇവിടം തൊട്ടിട്ട് ഇവിടം വരെ. അണ്ടിൽ എവിടം വരെയാണ്? സ്റ്റാർട്ട് സിമ്പിൾ ഇസ് റീച്ച്. ഇതിങ്ങനെ ചുരുങ്ങി ചുരുങ്ങി സ്റ്റാർട്ട് സിമ്പിൾ വരുന്നത് വരെ ഇത് ചെയ്യണം. ഇതാണ് ഈ പറഞ്ഞിരിക്കുന്നത് പാസിംഗ് എ ഗിവൺ സ്ട്രിങ്ങിൻ്റെ അകത്ത് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. What are the advantages and disadvantages of operator precedence passer? Okay, advantages എന്ന് പറയുന്നത്, ഓപ്പറേറ്റർ പ്രസിഡൻസ് പാസിങ്ങിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് വെരി ഇംപ്ലിമെൻറ്റേഷൻ ഈസ് വെരി ഈസി ആൻഡ് സിമ്പിൾ. ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറയുന്നത് വളരെ ഈസിയാണ്, സിമ്പിളാണ്. ഓക്കെ, ദ passer is quite powerful for expression in programming languages. അപ്പോൾ ഈ ഒരു ഓപ്പറേറ്റർ പ്രസിഡൻസ് പാസർ എന്ന് പറയുന്നത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിൻ്റെ അകത്ത്, എക്സ്പ്രഷൻ്റെ അകത്തൊക്കെ എന്താണ്, പവർഫുള്ളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതാണ് രണ്ട് അഡ്വാൻറ്റേജസ്. ഒന്നെന്ന് പറഞ്ഞെങ്കിൽ ഈസി, ഇംപ്ലിമെൻറ്റേഷൻ ഈസ് വെരി ഈസി ആൻഡ് സിമ്പിൾ. സെക്കൻഡ് എന്ന് പറയുന്നത് പാസർ ഈസ് ക്വൈറ്റ് പവർഫുൾ ഫോർ എക്സ്പ്രഷൻസ് ഇൻ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. അപ്പോൾ ഈ രണ്ടെണ്ണമാണ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇനി ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്ന രണ്ട് ഡിസഡ്വാൻറ്റേജ് ആണ് ഉള്ളത്. ഫസ്റ്റ് എന്ന് പറയുന്നത് ഹാൻഡ്ലിംഗ് ഓഫ് ടോക്കൺ നോൺ ടു ഹാവ് 2 different precedents become difficult. നമുക്ക് 2 ഡിഫറെൻറ്റ് പ്രസിഡൻസ് ഉള്ളതാണെങ്കിൽ അപ്പോൾ ഓരോന്നിനെ നമ്മൾ പ്രസിഡൻസ് അറിയണ്ടേ? അപ്പോൾ ആ പ്രസിഡൻസ് അറിയണം. അപ്പം ദ ഹാൻഡ്ലിംഗ് ഓഫ് ടോക്കൺ നോൺ ടു ഹാവ് 2 different precedences become difficult. അപ്പം അങ്ങനെയുള്ളത് ഡിഫിക്കൾട്ടാണ്. 2 different പ്രസിഡൻസ് ഉള്ളത് എന്ന് പറയുന്ന ഹാൻഡിൽ ചെയ്യാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടാണ്. പിന്നെ ഇത് ഈ ഒരു ഓപ്പറേറ്റർ പ്രസിഡൻസ് സ്മോൾ ക്ലാസ് ഓഫ് ഗ്രാമേഴ്സിൻ്റെ അകത്ത് മാത്രമേ യൂസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അതായത് ഓപ്പറേറ്റർ പ്രസിഡൻസ് ഗ്രാമറിൻ്റെ അകത്ത് മാത്രമേ ഓപ്പറേറ്റർ പ്രസിഡൻസ് പാസർ യൂസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഇതാണ് രണ്ട് ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് പറയാൻ പോകുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു ഓപ്പറേറ്റർ പ്രസിഡൻസ് പാസർ എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നത് എന്നുള്ളത് പറഞ്ഞു. ഓക്കെ, ആദ്യം നമ്മൾ അതിൻ്റെ പ്രസിഡൻസ് നമ്മൾ ഡിഫൈൻ ചെയ്യണം, പിന്നെ പാസിംഗ് ടേബിൾ കൺസ്ട്രക്ട് ചെയ്യണം, ദെൻ പാസ്. അത് കഴിഞ്ഞിട്ടാണ് പാസിങ് നടക്കുന്നത്. നമ്മളൊരു ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ പാസിങ് പെർഫോം ചെയ്യുന്നത്. അപ്പം ഈ ഓപ്പറേറ്റർ പ്രസിഡൻസ് പാസിനെ ഡിസൈൻ ചെയ്യുന്നതാണ്, നമുക്ക് എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ കൺസിഡർ ദ ഫോളോയിങ് ഗ്രാമർ. നമ്മൾ ഈ ഒരു ഗ്രാമർ കൺസിഡർ ചെയ്തു. ഇ ഇംപ്ലൈസ് EAE ഓർ ID, A ഇംപ്ലൈസ് പ്ലസ് ഓർ സ്റ്റാർ. അപ്പം ഇതാണ് തന്നിരിക്കുന്ന ഗ്രാമർ. അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, കൺസ്ട്രക്ട് ദ ഓപ്പറേറ്റർ പ്രസിഡൻസ് പാസർ ആൻഡ് പാസ് ദ സ്ട്രിങ്. നമുക്ക് ഈ ഒരു സ്ട്രിങ്ങിനെ പാസ് ചെയ്യണം. പിന്നെ കൂടാതെ എന്താണ്, ഓപ്പറേറ്റർ പ്രസിഡൻസ് പാസറിനെ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യണം. അപ്പോൾ ഈ നമുക്ക് തന്നിരിക്കുന്ന ഓപ്പറേറ്റർ പ്രസിഡൻസ് പാസർ നമുക്ക് only applicable in operator precedence grammar. ഓപ്പറേറ്റർ പ്രസിഡൻസ് ഗ്രാമർ ആണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഓപ്പറേറ്റർ പ്രസിഡൻസ് പാസിങ് പെർഫോം ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ഒരു കേസിൽ നമ്മൾ എന്താണ്, ഇറ്റ് ഈസ് നോട്ട്, ഇതെന്ന് പറയുന്ന ഒരു ഓപ്പറേറ്റർ പ്രസിഡൻസ് ഗ്രാമർ അല്ല. ഓപ്പറേറ്റർ പ്രസിഡൻസ് ഗ്രാമർ ആണെങ്കിൽ അതിനകത്ത് എപ്സിലോൺ വരാൻ പാടില്ല. ഇതിനകത്ത് എപ്സിലോൺ ഇല്ല. കൂടാതെ അഡ്ജസൻ്റ് ആയിട്ട് വരുന്നത് 2 നോൺ ടെർമിനൽ വരാൻ പാടില്ല.
ഈ കേസിൽ കണ്ടോ അഡ്ജസൻറ്റ് 2 നോൺ ടെർമിനലാണ് വന്നിരിക്കുന്നത്. അപ്പം ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. അപ്പം ഇതിനെ എന്ത് ചെയ്യുക? ഓപ്പറേറ്റർ പ്രസിഡൻസ് പാസറിലേക്ക് ഗ്രാമറിലേക്ക് മാറ്റുക. ഓക്കെ, വി കൺവേർട്ട് ദ ഗിവൻ ഗ്രാമർ ഇൻ ടു ഓപ്പറേറ്റർ പ്രസിഡൻസ് ഗ്രാമർ. അപ്പം ഈ എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്? ഈ എക്ക് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. കണ്ടോ, ഇതൊരു ടെർമിനലാണ്. എക്ക് തന്നിരിക്കുന്നത് പ്ലസോ ഇൻറ്റു ആ തന്നിരിക്കുന്നത്. അപ്പം ഇതിനെ കൺവേർട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? ആദ്യം ഇ പ്ലസ് ഇ എന്ന് വരും, ഓർ ഇ ഇൻറ്റു ഇ ഓർ ഐ ഡി. കണ്ടോ, ഇങ്ങനെ ഇതിനെ കൺവേർട്ട് ചെയ്തു. ഈ എയുടെ ടെർമിനൽ വാല്യൂസ് കൊണ്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അങ്ങനെ നമുക്ക് ഇങ്ങനെ കിട്ടി. ഈ തന്നിരിക്കുന്ന ഈ ഒരു ഓപ്പറേറ്റർ ഗ്രാമറിനെ വേണം നമുക്ക് എന്ത് ഉണ്ടാക്കാനായിട്ട്? പാസിങ് നടത്താനായിട്ട്. അപ്പം ഇനി നമ്മൾ ചെയ്യേണ്ടത് ടെർമിനൽ സിമ്പിൾസ്. ഇതിനകത്ത് ടെർമിനൽ സിമ്പിൾസ് ഏതൊക്കെയാണോ അത് കണ്ടുപിടിക്കുക. ടെർമിനൽ സിമ്പിൾസ് ഏതൊക്കെയാണ്? ID പ്ലസ് ഇൻറ്റു ഡോളർ. അപ്പം ഇത്രയുമാണ് ടെർമിനൽ സിമ്പിൾസ് വരുന്നത്. അപ്പം നമുക്ക് വരുന്നത് ഇപ്പം ID ഉണ്ടായിരുന്നു, ID ഇൻറ്റു പ്ലസ് ഡോളർ, ഇത്രയുമാണ് നമുക്ക് വരുന്ന ടെർമിനൽ. അപ്പം നമുക്ക് ഓപ്പറേറ്റർ പ്രസിഡൻസ് ഗ്രാമർ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ, ടേബിൾ കൺസ്ട്രക്ട് ചെയ്യുമ്പം നമ്മൾ ഇവിടെ എഴുതേണ്ട ഇതാണ്. കണ്ടോ, ഇവിടെ ടെർമിനൽ എല്ലാം കൊടുക്കുക. ടെർമിനൽ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, ID പ്ലസ് ഇൻറ്റു ഡോളർ. അതുപോലെ തന്നെ നമ്മൾ കോളത്തിലും എഴുതണം, റോസിലും എഴുതണം. കണ്ടോ, ഈ ID പ്ലസ് ഇൻറ്റു ഡോളർ. ഓക്കെ, ഇങ്ങനെ കൊടുത്തു. അപ്പം നമ്മൾ ഇനി ചെയ്യാൻ പോകുമ്പോൾ ഇവിടെ പ്രസിഡൻസ് ആണ് നമ്മളിവിടെ എഴുതേണ്ടത്. അപ്പം നമ്മൾ നോക്കുക, ഇവിടെ ID-യും തമ്മിലുള്ള പ്രസിഡൻസാണ് നോക്കുന്നത്. നമുക്ക് അവിടെ ഒന്നും എഴുതാനില്ല. 2 ID-കൾ നമ്മൾ സാധാരണ അടുത്ത് വരാറില്ല. അപ്പോൾ അവിടെ പ്രസിഡൻസ് ഒന്നും ഇതുണ്ടാവും. പ്രസിഡൻസ് കോളത്തിൻ്റെ അവിടെ നമ്മൾ ഒന്നും എഴുതിയിട്ടില്ല. ഓക്കെ, ഇവിടെ ഒന്നും എഴുതിയിട്ടില്ല. ഇനി നെക്സ്റ്റ് ID-യും പ്ലസും നോക്കുമ്പം നമ്മൾ പറഞ്ഞായിരുന്നു, ID-യും പ്ലസും നോക്കുമ്പോഴത്തേന് ഏറ്റവും കൂടുതൽ പ്രസിഡൻസ് ഉള്ളത് ID-ക്കകത്ത് ആണെന്ന് നമുക്ക് ഓൾറെഡി നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പോൾ പ്രസിഡൻസ് എവിടെയാണോ കൂടുതലുള്ള അങ്ങോട്ടാണ് ഇത് സിമ്പിൾ വരയ്ക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതുണ്ടോ പ്രസിഡൻസ്. ഇപ്പം ഇങ്ങോട്ട് ആരോ കണ്ടോ, അപ്പം ID-യും പ്ലസും വരുമ്പം ID-യിൽ അങ്ങോട്ട് വേണം സിമ്പിൾ ഇടാൻ. നെക്സ്റ്റ് ID-യും ഇൻറ്റും എന്ന് പറയുമ്പം പ്രസിഡൻസ് കൂടുതൽ ID-ക്കാണ്, അങ്ങോട്ട് വേണം നമ്മൾ സിമ്പിൾ ഇടാൻ. ഓക്കെ, അടുത്ത ID-യും ഡോളറുമാണ്. ID-യും ഡോളറും ആകുമ്പോൾ പ്രസിഡൻസ് കൂടുതലുള്ളത് ID-ക്കകത്താണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പം ഇങ്ങനെ വേണം സിമ്പിൾ ഇടാൻ. നെക്സ്റ്റ് കണ്ടോ, പ്ലസും ID-യും. അപ്പം പ്ലസ് ഇവിടെയും ID ഇവിടെയും ആണെങ്കിൽ എങ്ങോട്ട്? ID-ക്കാണ് പ്രസിഡൻസ് കൂടുതൽ. അപ്പം അവിടേക്ക് വേണം നമ്മൾ സിമ്പിൾ തുറന്നെടുക്കുന്ന സിമ്പിൾ ഇടാനായിട്ട്. ഓക്കെ, അപ്പോൾ പ്ലസും ID-യും. നെക്സ്റ്റ് നോക്കിയേ, പ്ലസും ആണ് സെയിം പ്രസിഡൻസ് വരുവാണെങ്കിൽ അസോസിയേറ്റിവിറ്റി നോക്കണമെന്നാണ് പറഞ്ഞത്. ഓക്കെ, പ്ലസും ആണെങ്കിൽ ഇവിടുന്ന് ലെഫ്റ്റ് ടു റൈറ്റ് ആണ് അസോസിയേറ്റിവിറ്റി പോകുന്നത്. അപ്പോൾ ഇതിന് വേണം പ്രസിഡൻസ് കൂടുതൽ, ഇങ്ങോട്ട് തുറന്നിരിക്കുന്ന രീതി വേണം വെക്കാൻ. അപ്പോൾ സെയിം ആണെങ്കിൽ അസോസിയേറ്റിവിറ്റി നമ്മൾ നോക്കണം. അപ്പോൾ ലെഫ്റ്റിൽ കിടക്കുന്നതിനാണ് കൂടുതൽ, ലെഫ്റ്റ് ടു റൈറ്റ് ആണ്. അപ്പോൾ ഈ ലെഫ്റ്റിൽ കിടക്കുന്നതിനാണ് പ്രസിഡൻസ് കൂടുതലായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാൻ. നെക്സ്റ്റ് പ്ലസും ഇൻറ്റും. ഓക്കെ, പ്ലസ് ആൻഡ് ഇൻറ്റു. പ്രസിഡൻസ് നമുക്കറിയാം ഇൻറ്റുവിനാണ് കൂടുതൽ, അപ്പോൾ ഇങ്ങോട്ട് വേണം ഇടാൻ. പിന്നെ പ്ലസും ഡോളറും ആകുമ്പോഴത്തേന് നമ്മൾ ഓൾറെഡി പറഞ്ഞു ഏറ്റവും കൂടുതൽ പ്രസിഡൻസ് കുറവുള്ളത് ഡോളറിനാണ്. അപ്പോൾ ഇങ്ങനെ വരും. ഇതേ സെയിം റൂൾ വെച്ചിട്ട് തന്നെയാണ് അടുത്തതും. ഇൻറ്റുവും ID-യും നോക്കുമ്പോൾ ID-ക്കാണ് പ്രസിഡൻസ് കൂടുതൽ, അപ്പോൾ ഇങ്ങനെ വെക്കണം. ഇൻറ്റും പ്ലസും ആകുമ്പം ഇൻറ്റുവിനാണ് പ്രസിഡൻസ് കൂടുതൽ. ഇൻറ്റുമായി കഴിയുമ്പം സെയിം ആണ് പ്രസിഡൻസ് വരുന്നത്. അപ്പോൾ അസോസിയേറ്റിവിറ്റി ചെക്ക് ചെയ്യണം. അപ്പം ഇൻറ്റു ആയി കഴിയുമ്പം ലെഫ്റ്റ് ടു റൈറ്റ് ആണ് അസോസിയേറ്റിവിറ്റി. അപ്പം ഇങ്ങോട്ട് വേണം തുറന്നിരിക്കാൻ. ഇൻറ്റും ഡോളറുമായി കഴിയുമ്പോൾ ഡോളറിനാണ് പ്രസിഡൻസ് കുറവ്, അപ്പം ഇങ്ങനെ വേണം സിമ്പിൾ ഇടാൻ. ഇനി ഡോളറിനാണ് ഇവിടെ ഏറ്റവും കുറവ് പ്രസിഡൻസ്. അപ്പം ഡോളറും ID-യും വെക്കുമ്പോൾ കണ്ടോ, ഡോളർ ഇങ്ങനെ വേണം സിമ്പിൾ ഇടാൻ. ഡോളറും ഒരിക്കലും വരില്ല. അപ്പോൾ അതുകൊണ്ട് ആ സ്പേസ് ബ്ലാങ്ക് ആയിട്ട് ഇടുക. ID-യും ഉള്ളതും
ഡോളർ ഉള്ളതും ബ്ലാങ്ക് ആയിട്ട് ഇടുക, ബാക്കി എല്ലായിടത്തും സിമ്പിൾ കാണും. അപ്പം എവിടെയാണോ പ്രസിഡൻസ് കൂടെ ഉള്ളത് അങ്ങോട്ട് അത് പോയിന്റ് ചെയ്യുന്ന പോലെ കൊടുക്കണം എന്നുള്ളതേ ഉള്ളൂ. സെയിം പ്രസിഡൻസ് വരുവാണെന്നുണ്ടെങ്കിൽ ഇനി പാസ് ചെയ്യാനായിട്ട് പോവാണ്. നമുക്ക് തന്നിരിക്കുന്ന സ്ട്രിങ്ങിനെ നമുക്ക് പാസ് ചെയ്യണം. നമുക്ക് തന്നിരിക്കുന്ന സ്ട്രിങ് എന്ന് പറയുന്നത് ഇതാണ്, ID പ്ലസ് ID ഇൻറ്റു ID ആണ്. അപ്പം സ്റ്റെപ്പ് 1ൻ്റെ അകത്ത് നമ്മൾ എന്താ പറഞ്ഞിരിക്കുന്നത്, ഇതാണ് ഇൻപുട്ട് ID പ്ലസ് ID ഇൻറ്റു ID. അതിൻ്റെ ബിഗിനിങ്ങിലും എൻഡിലും 2 ഡോളർ സിമ്പിൾ ഇട്ട് കൊടുക്കുക. ഓക്കെ, ഡോളർ സിമ്പിൾ നമ്മൾ ഇട്ട് കൊടുത്തു. ഓക്കെ, അതിനുശേഷം നമ്മൾ ഇൻസേർട്ട് ചെയ്യണം, പ്രസിഡൻസ് ഓപ്പറേറ്റർ നമ്മൾ ഇൻസേർട്ട് ചെയ്യണം. ഓക്കെ, നമ്മൾ പ്രസിഡൻസ് ഓരോന്നിൻ്റെ നമ്മൾ ഇട്ട് കൊടുക്കണം. അപ്പം തന്നിരിക്കുന്ന സിമ്പിള് ഇതാണ്. ഓക്കെ, തന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്നത് $ID പ്ലസ് ID ഇൻറ്റു ID ഡോളർ, ഇങ്ങനെയാണ് ഇരിക്കുന്നത്. നമ്മൾ എന്താ പറഞ്ഞത്, ഇൻസേർട്ട് ദ പ്രസിഡൻസ് ഓപ്പറേറ്റർ. പ്രസിഡൻസ് ഓപ്പറേറ്റർ ഇൻസേർട്ട് ചെയ്യണം. ഓരോ സ്ട്രിങ്ങിൻ്റെയും ഇടയ്ക്ക് എന്ത് ചെയ്യണം, പ്രസിഡൻസ് ഓപ്പറേറ്റർ ഇൻസേർട്ട് ചെയ്യണം. അപ്പം നമ്മൾ ഇങ്ങനെയാണ് നോക്കുന്നത്, ഡോളറും ID. അപ്പം ഡോളർ ഇവിടുന്ന് ഡോളർ നോക്കണം, ID ഇവിടെയും വരുന്നത് ഏതാണ് എന്ന് നോക്കുക. കണ്ടോ, ഡോളർ ഇവിടുന്ന് വേണം നോക്കാൻ. ഓക്കെ, ഡോളർ ID എന്ന് പറയുമ്പോൾ സിമ്പിൾ ഇങ്ങനത്തെ സിമ്പിൾ വരും. അടുത്തത് IDയും പ്ലസ്സും. ID എന്ന് പറയുമ്പോൾ ഇവിടെ റോയിൽ വരുന്നത് നോക്കണം ആദ്യം. അപ്പം IDക്കും പ്ലസ്സിനും കറസ്പോണ്ടിങ് ആയിട്ട് കണ്ടോ ഈ സിമ്പിളാണ് വരിക. അടുത്തത് പ്ലസ്സും ID നോക്കി, പ്ലസ് ആൻഡ് ID കണ്ടോ, ഇവിടെയാണ് അത് വരുന്നത്. പ്ലസ്സിന് IDക്കും കറസ്പോണ്ടിങ് ആയിട്ട് ഇങ്ങനെ വരും. ID സ്റ്റാർ, ID ഇവിടെ ഉണ്ട്, സ്റ്റാറുമായിട്ടുള്ളത് നോക്കുമ്പം ഇങ്ങനെയാണ് വരിക. നെക്സ്റ്റ് സ്റ്റാറും ID, സ്റ്റാർ IDയുമായിട്ട് നോക്കുമ്പം ഓക്കെ ഈ സിമ്പിളാണ് വരിക. നെക്സ്റ്റ് IDയും ഡോളറും ആവുമ്പം ഈ ഒരു സിമ്പിളാണ് വരിക. കണ്ടോ, അപ്പം ഇത് ഇങ്ങനെ ഡോളർ സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇൻസേർട്ട് ചെയ്യണം പ്രസിഡൻസ് ഓപ്പറേറ്ററെ. ഓരോ സ്ട്രിങ്ങിൻ്റെ ഓരോ ടെർമിനൽസിൻ്റെയും ഇടയ്ക്ക് എന്ത് ചെയ്യണം, പ്രസിഡൻസ് ഓപ്പറേറ്ററെ നമ്മൾ ഇൻസേർട്ട് ചെയ്തു. ഓക്കെ, അപ്പം ഇനി പാസിങ് ചെയ്യുവാണ്. അപ്പം നമ്മൾ പറഞ്ഞ ഇതാണ്, ഇങ്ങനെ ഇൻസേർട്ട് ചെയ്തു. ഇൻസേർട്ട് ചെയ്തിട്ട് നമ്മൾ ഇവിടുന്ന് ലെഫ്റ്റിൽ നിന്ന് നമ്മൾ സെർച്ച് ചെയ്ത് പോവാം. ലെഫ്റ്റ് ടു റൈറ്റ് ആണ്. ലെഫ്റ്റിൽ നിന്ന് ഇവിടെ സെർച്ച് ചെയ്ത് പോകുമ്പോൾ ഈ ഒരു സിമ്പിൾ കാണുമ്പോൾ സ്റ്റോപ്പ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. എന്നിട്ട് നമ്മൾ ബാക്കിലേക്ക് വരിക. ബാക്കിലേക്ക് വരുമ്പം ഈ സിമ്പിൾ വരുമ്പോൾ സ്റ്റോപ്പ് ചെയ്യണം. അപ്പം ഈ ഒരു 2 സിമ്പിളിൻ്റെയും ഇടയ്ക്ക് വരുന്നത് ഏതാണോ അതാണ് ഹാൻഡിൽ. അപ്പം നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് ഏതാണ്, ഈ ഇംപ്ലൈസ്, ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ. ഈ ഇംപ്ലൈസ് E പ്ലസ് E ഓർ E ഇൻറ്റു E ഓർ ID ആണ്. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ. അപ്പം ഇത് ഹാൻഡിൽ വന്നു കഴിഞ്ഞാൽ ഇതാണ് ലെസ് ദാനും ഗ്രേറ്റർ ദാനും ഇടയ്ക്ക്, ഈ ഒരു സിമ്പിളിന് ഇടയ്ക്ക് വരുന്നതാണ് ഹാൻഡിൽ. ഹാൻഡിൽ വന്നു കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ മാച്ച് ആയി കഴിഞ്ഞാൽ ലെഫ്റ്റ് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യണം. അപ്പം ഈ IDയെ മാറ്റിയിട്ട് എന്താക്കണം, E ആക്കി കൺവേർട്ട് ചെയ്യണം. കണ്ടോ, അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. IDയെ മാറ്റിയിട്ട് E ആക്കി. പിന്നെയും നമ്മൾ സിമ്പിൾ ഇട്ട് പോകണം. അപ്പം ഈ ഒരു കേസിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേന് ഡോളർ പ്ലസ് ID എടുക്കേണ്ട കാര്യമില്ല. നോൺ ടെർമിനൽ തമ്മിലുള്ള റിലേഷൻ നമ്മൾ എടുക്കാറില്ല. ഇപ്പം നമ്മുടെ ആ ടേബിളിൻ്റെ അകത്തും ഇല്ല. ഇൻറ്റു ID ഡോളർ എന്നാണ് നമുക്ക് കിട്ടുന്നത്. അപ്പം ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനിടയ്ക്കുള്ള സിമ്പിൾ ഇടുക. അപ്പം ഇതിങ്ങനെ കിട്ടും സിമ്പിൾ. ഇത് ആ ടേബിളെ നോക്കുക. അപ്പം നമുക്ക് ഇങ്ങനെ ആയിരിക്കും സിമ്പിൾ കിട്ടുന്നത്. പിന്നെ നമ്മളിവിടെ ചെക്ക് ചെയ്യും. ആദ്യം ഇവിടുന്ന് നമ്മൾ ചെക്ക് ചെയ്തു. ഇവിടുന്ന് ഇങ്ങോട്ട് പോകുമ്പോൾ ഈ ഒരു സിമ്പിൾ കിടക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ സ്റ്റോപ്പ് ചെയ്തു. ഇത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ബാക്ക്വേർഡ് വരണം.
ബാക്ക്വേർഡ് വന്നു കഴിഞ്ഞാൽ ഈ സിമ്പിളിന് അവിടെ വരുമ്പോൾ സ്റ്റോപ്പ് ചെയ്യണം. ഇതിൻ്റെ ഇടയ്ക്ക് കിടക്കുന്നതാണ് ഹാൻഡിൽ. അപ്പോൾ എന്ത് ചെയ്യും? പിന്നെയും റീപ്ലേസ് ചെയ്യും. കണ്ടോ, ഐഡിയെ മാറ്റിയിട്ട് ഈ ആക്കും. അതാണ് ഇവിടെ ചെയ്തേക്കുന്നത്. പിന്നെയും ഇവിടെ നമ്മൾ സിമ്പിൾ ഇട്ട് കൊടുക്കുകയാണ്. ഇവിടെ ഡോളർ പ്ലസ് ഇൻറ്റു ID ഡോളർ ഇത്രേ ഉള്ളൂ. ഈ റീപ്ലേസ് ചെയ്ത് എടുക്കത്തില്ല. അപ്പോൾ സിമ്പിൾ ഇടുമ്പോൾ ഇതിങ്ങനെ വരും, ഇതിങ്ങനെ വരും. ഓക്കെ, ദിസ് വൺ ഇങ്ങനെയാണ് സിമ്പിൾ വരിക. അപ്പോൾ ഇവിടെ നമ്മൾ സെർച്ച് ചെയ്യും, ഇവിടെ നിന്ന് ഇങ്ങോട്ട് സ്കാൻ ചെയ്യും. സ്കാൻ ചെയ്തിട്ട് ഫസ്റ്റ് ഇതാവുമ്പം സ്റ്റോപ്പ് ചെയ്യും. സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇത് തിരിച്ച് റിവേഴ്സ് വരും. റിവേഴ്സ് വന്നിട്ട് ഈ ഒരു സിമ്പിൾ വരുമ്പോൾ ഇത് സ്റ്റോപ്പ് ചെയ്യും. ഇതാണ് ഇവിടുത്തെ ഹാൻഡിൽ. ഹാൻഡിൽ കണ്ടോ, ഇതാണ് ഇവിടുത്തെ ഹാൻഡിൽ. ഹാൻഡിൽ വന്ന് കഴിയുമ്പം എന്ത് ചെയ്യും? ഈ വെച്ചിട്ട് റീപ്ലേസ് ചെയ്യും. അതാ പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് ഈ വെച്ച് റീപ്ലേസ് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് ഡോളർ പ്ലസ് ഇൻറ്റു ഡോളറിനെ കാണത്തുള്ളൂ. ബാക്കിയെല്ലാം കണ്ട, ഇത് നമ്മൾ കൺസിഡർ ചെയ്യണ്ട. അപ്പം നമ്മുടെ കയ്യിൽ ഇതേ കാണത്തുള്ളൂ. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ പിന്നെ സിമ്പിൾ ഇട്ട് കൊടുക്കുക. സിമ്പിള് പ്രസിഡൻസ് ടേബിളിൽ പോയി സിമ്പിൾ എടുത്ത് കഴിയുമ്പോൾ ഡോളറിനും പ്ലസിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള സിമ്പിൾ ഇതാണ്. പ്ലസിനും ഇൻറ്റുവിനും കറസ്പോണ്ടിങ് ആയിട്ട് ഇത് ഈ ഒരു സിമ്പിൾ വരും. ഇൻറ്റുവിനും ഡോളറിനും കറസ്പോണ്ടിങ് ആയിട്ട് ഇത് വരും. അപ്പം നമ്മൾ ലെസ് ദാനും ഗ്രേറ്റർ ദാനും ഇടയ്ക്ക് വരുന്നത് ഇൻറ്റു ആണ്. അപ്പം ഇൻറ്റു വരുന്ന എക്സ്പ്രഷൻ ഏതാണ്? ഈ ഇൻറ്റു ഏതായിട്ട് മാറ്റാൻ പറ്റും? ആയിട്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റും. അപ്പം ഇതിനെ മാറ്റിയിട്ട് വരും. നമ്മൾ എടുക്കത്തില്ല. ഓക്കെ, എടുക്കത്തില്ലല്ലോ. തമ്മിലുള്ള മാച്ചിങ് എടുക്കേണ്ട ആവശ്യമില്ല. അപ്പം നമുക്ക് കിട്ടുന്നത് ഇങ്ങനെയാണ്. ഡോളർ സാധാരണ ഇങ്ങനെ കിടക്കുന്ന ഇവിടെ ഉണ്ട്, ഇവിടെ ഒരു പ്ലസ് ഡോളർ എന്നാണ് നമുക്ക് കിടക്കുന്നത്. അപ്പം ഇവിടെ നോക്കണ്ട, ഈ ഡോളറിനും പ്ലസിനും കറസ്പോണ്ടിങ് ആയിട്ട് ഇങ്ങനെ വരും. പ്ലസിനും ഡോളറിനും കറസ്പോണ്ടിങ് ആയിട്ട് ഇങ്ങനെ വരും. അപ്പം പ്ലസ് റീപ്ലേസ് ചെയ്തിട്ട് എന്താവും? ആവും. ഇവിടെ ഉണ്ട് സത്യം പറഞ്ഞാൽ. അപ്പം ഇതുണ്ടോ, നോൺ ടെർമിനൽ. ഇത് ഒരു സ്റ്റാർട്ടിങ് സിമ്പിളിൽ എത്തിക്കഴിഞ്ഞു. ഇവിടെ സ്റ്റാർട്ടിങ് സിമ്പിളിൽ എത്തിക്കഴിഞ്ഞാൽ ഇത് പാസിങ് കംപ്ലീറ്റ് ആയി എന്നാണ്. ഇങ്ങനെയാണ് ഇത് പാഴ്സ് ചെയ്യുന്നത്. അപ്പം സ്കാൻ ചെയ്യുമ്പം ലെഫ്റ്റ് ടു റൈറ്റ് നമ്മൾ സ്കാൻ ചെയ്യുക. ഫസ്റ്റ് ഗ്രേറ്റർ ദാൻ എന്ന് പറയുന്ന സിമ്പിൾ വരുമ്പോൾ തന്നെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യാം. എന്നിട്ട് റിവേഴ്സിൽ വരണം. റിവേഴ്സിൽ വന്നിട്ട് ലെസ് ദാൻ സിമ്പിൾ, ഫസ്റ്റ് ലെസ് ദാൻ വരുമ്പം നിർത്തുക. അതിന് ഇടയ്ക്ക് കിടക്കുന്നതായിരിക്കും ഹാൻഡിൽ. ഹാൻഡിൽ വന്നു കഴിഞ്ഞാൽ നോൺ ടെർമിനൽ വെച്ച് നമ്മൾ റീപ്ലേസ് ചെയ്യണം. റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നോൺ ടെർമിനൽ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ടേബിളിലില്ല, ടെർമിനൽ തമ്മിലേ ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ സിമ്പിൾ നോൺ ടെർമിനൽ നോക്കാതെ ബാക്കി വരുന്ന ടെർമിനൽസിന് പറഞ്ഞിരിക്കുന്ന പ്രസിഡൻസ് ഇട്ട് കൊടുക്കുക. സിമ്പിൾ ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ട് പിന്നെയും ഇത് കണ്ടിന്യൂ ചെയ്യുക. കണ്ടിന്യൂ ചെയ്തിട്ട് അണ്ടിൽ ടെർമിനൽ സ്റ്റാർട്ടിങ് സിമ്പിൾ വരുന്നത് വരെ ചെയ്യുക. സ്റ്റാർട്ടിങ് സിമ്പിൾ വന്നു കഴിയുമ്പോൾ സ്റ്റോപ്പ് ചെയ്യുക, പാസ് ചെയ്ത് കഴിഞ്ഞു. ഇങ്ങനെയാണ് ഓപ്പറേറ്റർ പ്രസിഡൻസ് പാസർ ഡിസൈൻ വർക്ക് ചെയ്യുന്നത്. നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് പഠിച്ചത് ഓപ്പറേറ്റർ പ്രസിഡൻസ് പാസിങ്ങിനെ കുറിച്ചാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ അപ്ഡേറ്റ്സ് അറിയാൻ സബ്സ്ക്രൈബ് ആൻഡ് ബെൽ ഐക്കണിൽ പ്രസ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു വെരി മച്ച്.